നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ ചേച്ചി, നീ ഇതെവിടെയാ പോയത്? അർച്ചനയുടെ മീരയുടെയും കൂടെ. നിന്നെ ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്കല്ലേ പറഞ്ഞു വിട്ടത്. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ നിന്നെ കാണുന്നില്ല. ഫോണിൽ വിളിച്ചു നോക്കിയപ്പോ കിട്ടുന്നുമില്ല. ആകെ ടെൻഷനായി. ഞാനിപ്പോ ദേ അമ്പലം മുഴുവൻ പോയി നോക്കിയിട്ടാ വരുന്നേ. എന്താ പറ്റിയത് മോളെ? ഗുഡ് മോർണിംഗ്. അയ്യോ, മോള് പേടിക്കണ്ട, അജയേട്ടൻ തന്നെയാ. ദേ, മോളൊന്നും ഉറങ്ങി എഴുന്നേറ്റപ്പോ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ നോക്കി. ഇന്ന് നമ്മളെ വിവാഹം. അർച്ചനേട്ടത്തെയും സച്ചേട്ടനും വന്ന് അതിനെ രക്ഷിച്ചത്. അവൻ എന്ത് ചതിയ കാണിച്ചത്? അർച്ചനയും സച്ചിയും കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ദൈവം കാത്തു. എന്നിട്ട് അവനെവിടെ അജയൻ? അവനെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ? ഇല്ല, അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുക. ഇനി രക്ഷപ്പെട്ടു പോയെന്ന് അറിയില്ല ചേച്ചി. ഇതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കാതിരിക്ക. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. മോള് വിശ്രമിക്ക. ചേച്ചി ഇപ്പൊ വരാം. തന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? അനക്കെ വലിയൊരു ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി. എന്നിട്ടും തന്റെ മുഖം എന്താ തെളിയാത്തെ? ഒരു വലിയ പ്രശ്നം നമ്മൾ തീർത്തപ്പോ അതിലും വലിയ പ്രശ്നം തുടങ്ങിയില്ല സച്ചേട്ടാ. നമ്മൾ തീർത്തത് അനക്കയുടെ പ്രശ്നോ, പക്ഷെ ഇപ്പോ കൺമുന്നിലുള്ളത് ഈ കുടുംബത്തെ തകർക്കുന്ന പ്രശ്നോ. താൻ കാര്യം എന്താന്ന് തെളിച്ചു പറയും. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ താഴെ നടന്നൊക്കെ സച്ചേട്ടൻ കണ്ടില്ലേ? അത് തന്നെയാ പ്രശ്നം. ആ ധനുഷ് എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ. എടോ, അത് തനിക്ക് അറിയാത്തോണ്ടാ. താൻ വരുന്നതിന് മുമ്പ് എന്നെയും നന്ദേട്ടനെയും സന്ദീപിനെയും അച്ഛൻ എത്രമാത്രം ഫയർ ചെയ്തെന്നറിയോ? ആ കൊട്ടേഷൻ കിട്ടാത്ത ദേഷ്യത്തിൽ കമ്പനി വിൽക്കാൻ പോകുന്നവരെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന സമയത്താ ധനുഷ് വന്നിട്ട് അത് തിരിച്ചു പിടിച്ചെന്ന് പറയുന്നത്.
അത് അയാളുടെ മിടുക്ക് തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. താൻ കണ്ടതല്ലേ അച്ഛനും നന്ദേട്ടനൊക്കെ എത്രത്തോളം സന്തോഷത്തിലാണെന്ന്. അച്ഛനും നന്ദേണ്ണനും സച്ചേട്ടനും ഒക്കെ പറയുന്നത് ബിസിനസിനെ കുറിച്ചാ. ഞാൻ പറയുന്നത് ഈ കുടുംബത്തിനെ കുറിച്ചും. എനിക്കിപ്പോഴും ഉറപ്പാ, എല്ലാവരും കരുതുന്ന പോലെ ഒരാളല്ല ധനുഷ്. അയാൾ വന്നിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ നാശം കാണാൻ വേണ്ടിട്ടാ. ശരി, താൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചാൽ തന്നെ എന്തടിസ്ഥാനത്തിൽ ആ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റും? ഈ സംശയം ഞാനോ താനോ ഈ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കോ? വിശ്വസിക്കാൻ മാത്രം എന്ത് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ? താൻ പറയുന്നത് അയാളുടെ പെരുമാറ്റ രീതി ഉണ്ടാവും. അയാൾ ഇവിടെ വന്നിരിക്കുന്നത് ഓഫീസിലെ സ്റ്റാഫായിട്ടാണ്. ആ ജോലി അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഏത് രീതിയിലാ അയാൾ കുറ്റം പറയാനാവുന്നേ? തന്റെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. താൻ കരുതുന്ന പോലൊക്കെ സ്നേഹിയോ അനുകയോ വഴിമാറി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ലടോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്ര ആളുകളില്ല ഈ വീട്ടിൽ. അതാണ് എന്റെ പ്രശ്നം. ഇത്ര ആളുകൾ ഉള്ളിടത്ത് അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ എളുപ്പമല്ലേ? സച്ചേട്ടൻ പറഞ്ഞില്ലേ ഇത്രയും ആളുകൾ ഈ വീട്ടിലുള്ള കാര്യം. ഇന്നത്തെ സംഭവത്തോടെ ഈ വീട്ടിൽ ഏത് സമയത്തും അയാൾക്ക് കയറി വരാനാവും. അയാള് ചെയ്തു എന്ന് പറയുന്ന ഇന്നത്തെ മിടുക്കിനെ ചൊല്ലി ആരും അയാളെ മുഷിച്ചൊന്നും പറയത്തുമില്ല. അത് അയാൾ നല്ല പോലെ മുതലെടുക്കുകയും ചെയ്യും. സച്ചേട്ടൻ നോയിക്കോ ഇനിയും എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ചിലപ്പോ തന്റെ സംശയങ്ങളൊക്കെ ശരിയായിരിക്കും. മുൻപൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പലതും. അതിനൊക്കെ ശക്തമായ തെളിവ് വേണം. താൻ പറയും, ഏത് രീതിയിലും ഞാൻ തന്നെ സഹായിക്കും. ഇനി ഇത് താൻ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ പുഷ്പം പോലെ അയാളെ നമുക്ക് ഇവിടെ ഇറക്കിവിടാം. എത്ര കഴിവുള്ളവനാണെങ്കിലും കുടുംബത്തെ നശിപ്പിക്കാൻ ഒരുങ്ങി തിരിച്ചാ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നതേ മറ്റൊന്നുമല്ല, ആരോപണമല്ല, തെളിവുകളാണ് ആവശ്യം. അത് ഞാൻ ഉണ്ടാക്കുക സച്ചേട്ടാ. അയാളൊരു ഫ്രോഡാണെന്ന് നമുക്ക് തെളിയിക്കണം. എന്റെ ഇപ്പോഴത്തെ സംശയം മറ്റൊന്നാ. ഇന്നത്തെ അനികയുടെ തട്ടിക്കൊണ്ടു പോകലും അതിന് പിന്നിലുള്ളവരും ഈ ധനുഷൊക്കെ ഒരേ ഗ്യാങ് ആണോന്ന്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളല്ല, ഈ കുടുംബത്തിൽ തന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ശത്രുക്കളായിന്ന് വരും. ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.